തനിനാടൻ സംസ്കാരങ്ങളുടെ കൂടപ്പിറപ്പാണ് നാടൻ പാട്ടുകൾ. കണ്ണും മെയ്യും മറന്ന് ഹൃദയത്തിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലുന്ന കണ്ണുനീർ പാട്ട്. സ്നേഹവിശ്വാസങ്ങളുടെ അതിരും പതിരും ഭേദിച്ച് മനുഷ്യ സഹജമായ എല്ലാ വികാരങ്ങളെയും പുനർജീവിപ്പിക്കാൻ നാടൻ പാട്ടിന് കഴിയും. അങ്ങനെ പാടിയും പറഞ്ഞും നാടൻ പാട്ട് അന്നും ഇന്നും മനുഷ്യന്റെ ജീവിതചര്യയോട് ചേർന്ന് നിൽക്കുന്നു. കേരള സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് അവാർഡും കലാഭവൻ മണി ഓടപ്പഴം പുരസ്കാരവും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ നാടൻപാട്ട് കലാകാരൻ സുനിൽ വള്ളോന്നിയാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ, സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. നമസ്കാരം. എങ്ങനെയുണ്ട് സ്റ്റേജ് ഷോ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നത്? സ്റ്റേജ് ഷോ ഒക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പരിപാടികളൊക്കെ പൊതുവെ കുഴപ്പമില്ലാതെ പോകുന്നെങ്കിലും ഇപ്പോഴത്തെ ഒരു സമയക്രമങ്ങളായിട്ട് ബന്ധപ്പെട്ട് പരിപാടികൾ കുറവാണ്. അത് 10 മണിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് പൊതുവെ സ്റ്റേജ് പരിപാടികൾ മൊത്തത്തിലൊരു കുറവുകളുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഓണ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഓണത്തിനപ്പം എങ്ങനെ പരിപാടികളൊക്കെ നേരത്തെ റെഡിയായോ? ഓണത്തിന് പരിപാടികൾ നേരത്തെ ആയിട്ടുണ്ട്. ഇപ്പം ഒരു 3-4 പരിപാടികളോളം ഓൾറെഡി നമ്മൾ സ്റ്റേജ് പരിപാടികളായിട്ടുണ്ട്. ചേട്ടൻ എത്ര വർഷമായി ഇപ്പം നമ്മുടെ നാടൻ പാട്ടിലേക്ക് വന്നിട്ട്? ഞാൻ നാടൻ പാട്ട് രംഗത്തേക്ക് വന്നിട്ട് ഏകദേശം ഒരു 30 വർഷത്തോളം ആവുന്നുണ്ട്. അപ്പം 95-96 കാലഘട്ടത്തിലാണ് നാടൻ പാട്ടിലേക്ക് വരുന്നത്. ഒരു മുന്നണി പിന്നണി നാടൻ പാട്ട് കലാകാരനായിട്ട് വരുന്നത് 96-95 കാലഘട്ടത്തിൽ പാടാനായിട്ട് വരുന്നത്. പാടി തുടങ്ങിയിട്ട് 2020 ഞാൻ പാട്ടുകൾ പാടുന്നത്. എങ്ങനെ പാടാൻ കഴിവുണ്ടെന്ന് എങ്ങനെ അത് മനസ്സിലാക്കി എടുത്ത് വന്നത്? അതെ, ഞാന് പാടി തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞത് ഞാൻ പിന്നണി പാട്ടുകാരനാണ്. പുറയിൽ നാടൻ പാട്ട് കോറസ് പാടുക എന്ന് പറയും. പുറയിൽ പാടുന്ന ആളായിരുന്നു ഞാൻ. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ബാനർജി. ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് കളിച്ച് പാട്ടൊക്കെ പാടി നടന്നതാണ് ബാനർജി. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സംഘത്തിന്റെ ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു തുല്യനായിട്ടൊരു മനുഷ്യനായിട്ടാണ്. പ്രകാശ് കുട്ടൻ നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു നാടൻ പാട്ട് സംഘം ഉണ്ടായിരുന്നു. ആ സംഘത്തില് ഞങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു നാടൻ പാട്ടിന് പരിപാടികൾക്ക് പോകുന്നത്. ഈ കൂട്ടുകാരോട് പോകുന്ന ഒരു വലിയ ഇഷ്ടമായിരുന്നു. അന്ന് മുതലേ ഞങ്ങളെ കൂട്ടുകാരെല്ലാവരും കൂടിയാണ് പോകുന്നത്. നമ്മുടെ വള്ളോന്നിൽ നിന്ന് ശാസ്താംകോട്ട ജംഗ്ഷന് വരെ പോകുന്നത് 2 കിലോമീറ്ററോളം നടന്നാണ് പോകുന്നത്. അന്ന് സൈക്കിളൊന്നും ഇല്ലാത്തതുകൊണ്ട് നടന്നാണ് പോകുന്നത്. കൂട്ടുകാരുടെ കൂടെ പോകുന്നത്. നാടോടിയുടെ പരിപാടി തിരുവനന്തപുരത്ത് നടക്കുക. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ കൂട്ടുകാർ, ഞാൻ, ബാനർജി, എൻ്റെ അനുജൻ മത്തായി, സുനിൽ, എല്ലാവരും ഉണ്ട്. ശാസ്താംകോട്ട ജംഗ്ഷനിൽ നിന്ന് പോകാനായിട്ട് അന്ന് പ്രോഗ്രാമിന് പോകുന്ന ജീപ്പിനകത്താണ് പ്രോഗ്രാമിന് പോകുന്നത്. ഈ സാധനങ്ങളെല്ലാം പിടിച്ച് കയറ്റി അന്നത്തെ ഈ പുറപ്പാട്ടുകാരനായതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇതെടുത്തിട്ട് നമ്മളെ കൊണ്ടുപോകുന്നുള്ള ഇതെടുത്ത് നമ്മളിവിടെ സാധനങ്ങളെല്ലാം പുറക്കി ജീപ്പിനകത്ത് കയറി. ഇപ്പം അണ്ണൻ പറഞ്ഞു തരാം, നീ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ ഞെട്ടിയേ പറഞ്ഞ ആള് കൂടുതലാന്ന് പറഞ്ഞു. പിന്നെ അവരെല്ലാം കയറി ജീപ്പിൽ കയറി പോയി പ്രോഗ്രാമിന് പോയി. ഞാൻ പിന്നെ നമ്മൾ കൂട്ടമായിട്ട് വന്നിട്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു എൻ്റെ മനസ്സിൽ ഞാനൊരു ബാനർജി ആയിരുന്നെങ്കിൽ എന്നെയും കൊണ്ടുവരുമല്ലോ എന്ന്. ഞാൻ പിന്നെ തിരിച്ച് വീണ്ടും ഒറ്റയ്ക്ക് പോയി. ഉള്ളിലോട്ട് ഇങ്ങനെ പോയിട്ട് അന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ അനുജന്മാരൊക്കെ നടത്തുന്നൊരു സംഘം ഉണ്ടായിരുന്നു. ആദി ശാസ്താംകോട്ട എന്ന് പറഞ്ഞ സംഘം ഉണ്ടായിരുന്നു. ആ സംഘത്തില് അജീന്നും അഭിലാഷെന്നും മധുരാൻ എന്ന് പറഞ്ഞ നമ്മുടെ അന്യന്മാരുടെ സുഹൃത്തുക്കളൊക്കെ ഇട്ട് പറഞ്ഞൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞു. അവർക്കും ആദ്യം ഞാൻ കോറസാ കുറേന്ന് പാടിയതാണ്. 2001 ഞാൻ ആദ്യമായി സ്റ്റേജിൽ ഒരു പാട്ട് പാടുന്നത്, മൈക്കിൽ കൂടെ പാടണമെന്നുള്ള ആർജവമായിരുന്നു. കാരണം ഞാൻ പ്രകാശ് കുട്ടിൻ്റെ അടുത്ത് എപ്പോഴും പറയാം, അണ്ണൻ എൻ്റെ വാശിയാണെന്ന് എപ്പോഴും പറയാറുണ്ടാവും. ഞാൻ പാട്ട് പാടുന്നത് അങ്ങനെയാണ്. ആദ്യമായിട്ട് പാടുന്നത് അച്യുതൻ കൊച്ചുമുള്ളൻ എന്ന പാട്ടാണ്. എൻ്റെ അച്ഛനാണ് ബാനർജിക്ക് ആ പാട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അമ്മാവന് പന്തളക്കുട്ടിയാശാൻ നാടൻ പാട്ട് കലാകാരനായിരുന്നു. അങ്ങനെയാണ് ആദ്യമായി വേദി പാടുന്നത്. അച്യുതൻ കൊച്ചുമുകിൽ വന്നൻ എന്ന പാട്ട് പാടും. നാടൻ പാട്ടും കുടുംബജീവിതം കൂടെ ഒന്നിച്ചിങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ ഒരു ഇതെന്താണ്? നാടൻ പാട്ട് അച്ഛൻ പാട്ട് പാടുമായിരുന്നു. അച്ഛൻ്റെ അളിയന പന്തളം കുട്ടിയാശാൻ എന്ന് പറയും. അച്ഛൻ പാട്ടുകളൊക്കെ അവതരിപ്പിക്കുന്നത് കേട്ടിട്ട് ആദ്യമൊക്കെ പാട്ട് പാടാനുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നു. പിന്നെ കുടുംബജീവിതമായിട്ട് വന്നപ്പം സാമ്പത്തിക ഒരു വലിയ പ്രശ്നമായിരുന്നു. പരിപാടിക്കും പോകണം, മറ്റു ജോലികൾക്കും പോകുമായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയാറുണ്ട്. പക്ഷേ
ഇതിനോട് അധികം നാടൻ പാട്ടിനോട് അധികമായ ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്ക് സ്റ്റേജ് ഷോകൾക്ക് ആണ് ഞാൻ കൂടുതലും അവതരിപ്പിക്കാറുള്ളത്. ഞാൻ ഏകദേശം കുറച്ച് പാട്ടുകൾ മാത്രമേ അല്ലാതെ പാടിയിട്ടുള്ളൂ. കുടുംബമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഈ പാട്ടിനോട് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു. മക്കള് ഇതിനോട് ഇഷ്ടമുള്ള ആളാണ്. അച്ഛന് ഇതിനോട് താല്പര്യമുള്ള അനിയൻ പാട്ട് പാടുമായിരുന്നു. നാടൻ പാട്ടുകാരനാണ്. അപ്പോൾ ഞാൻ ഈ പാട്ടിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് കുടുംബം ഇതുമായിട്ട് കൊണ്ടുപോകാനുള്ള വെല്ലുവിളികളുമുണ്ട്. കാരണം എൻ്റെ വീട് ചെറിയ വീടായിരുന്നു. അത് ചെറിയ വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിൽ ശാസ്താംകോട്ടയിൽ നിന്ന് മാറി ഇപ്പം താമസിക്കുന്നത് തഴവ കരുനാഗപ്പള്ളിയിൽ മണപ്പള്ളി എന്ന ദേശത്താണ് താമസിക്കുന്നത്. ചെറിയൊരു വീട്, എന്നുവെച്ചാൽ വാർത്തയൊരു വീട്. അന്ന് കതവില്ലാതെ, ജനൽ പാളികളില്ലാതെ കർട്ടൻ വലിച്ച് ഫ്രണ്ടിൽ നമ്മുടെ പായില്ലേ, പായ എടുത്ത് വെച്ച് എൻ്റെ ഭാര്യയെ കിടന്ന് ഉറങ്ങുമായിരുന്നു ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോൾ. തിരിച്ച് ഞാൻ വീട്ടിൽ വരുന്ന വെളുപ്പിന് രാവിലെയൊക്കെയാണ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുന്നത്. രാവിലെ വരുമ്പോൾ മോളെ കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉണർന്ന് വരുമ്പോൾ മോള് സ്കൂളിൽ പോകും. ഞാൻ മോളെ സ്കൂളിൽ പോയി കണ്ടിട്ട് പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴൊക്കെ ഓർക്കുമ്പോൾ അതൊരു ഭയങ്കര, ഇപ്പം വലിയ ഒരു അത്യാവശ്യം താമസിക്കുന്ന ഒരു വീടായി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇത് മുന്നോട്ട് പോകുന്തോറും ഞാൻ ആലോചിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ഇത് എൻ്റെ മക്കളുടെ കാര്യം തന്നെയാണ്. കാരണം വെല്ലുവിളിയാണ്. കാരണം പാട്ടും പാടാൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് കേരളത്തിലെ ലോകത്തിലെ മുഴുവൻ കലാകാരന്മാരും ജീവിക്കുന്നത് 2.5-3 മണിക്കൂറാണ്. കാരണം അവരുടെ മനസ്സിൽ മറ്റ് ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നും അവരുടെ പ്രശ്നങ്ങളല്ല. ആ 2.5 മണിക്കൂർ ലോകത്തിലെ എല്ലാ കലാകാരന്മാരും ജീവിക്കുന്നത്, സ്റ്റേജ് കലാകാരന്മാർ ജീവിക്കുന്ന ആ സ്റ്റേജിലാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ഇതിന് വലിയ വെല്ലുവിളികളായിട്ടോ അല്ലെങ്കിൽ ഇതിന് അതിയായ ഇഷ്ടം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ചേട്ടൻ ഇപ്പൊ പറഞ്ഞ പോലെ സ്റ്റേജിൽ 2.5 മണിക്കൂറാണ് കലാകാരന്മാര് ശരിക്കും ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ശരിയാണ്. അപ്പം ചേട്ടന് സ്റ്റേജിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സ്റ്റേജിൽ മറക്കാനാത്ത അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസങ്ങൾ മതിയാകത്തില്ല. എൻ്റെ സ്റ്റേജ് അനുഭവങ്ങൾ പറഞ്ഞാൽ എനിക്ക് മറക്കാനാവാത്ത കുറച്ച് അനുഭവങ്ങളുണ്ട്. ഞാനേ ഈ സീസൺ തുടങ്ങുമ്പോൾ, നാടൻ പ്രോഗ്രാം സീസൺ തുടങ്ങുമ്പോൾ പണ്ട് വരെ എനിക്ക് ഒരുപാട് ഒരു സ്റ്റേജിൽ നിന്ന് വേറെ സ്റ്റേജിലോട്ട് ഓടിപ്പോകുന്നതാണ്. കാരണം അടുത്ത ഒരു ടീമിൻ്റെ കൂടെ പാടിയിട്ട് അടുത്ത ടീമിലേക്ക് അടുത്ത പരിപാടിക്ക് പോകും. ഇവിടെ 2-3 പാട്ട് 4 പാട്ടൊക്കെ പാടിയിട്ട് അടുത്ത പരിപാടിക്ക് പോകും. അങ്ങനെ കുറേ നാടൻ പാട്ട് സംഘത്തോടൊപ്പം പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്റ്റേജിൽ ഒരേ സമയം പരിപാടി 2 ടീമിൻ്റെ കൂടെ പരിപാടി ചെയ്തിട്ട് 2 പേരെടുത്തും അത്രയും ആത്മാർത്ഥമുള്ള സൗഹൃദമുള്ള ടീമാണ്. എങ്ങനെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകണം 1.5 കിലോമീറ്റർ പോകണം. ഞാൻ നമ്മുടെ സുഹൃത്തിനെ ബൈക്ക് അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ സ്റ്റേജിൽ 2 പാട്ട് പാടും. അവിടുന്ന് അന്ന് ജുബ ഊരി മടക്കി അടുത്തൊരു ബാക്കിൽ കസേര എടുത്ത് വെച്ചിട്ട് ഇവൻ്റെ ബാക്കിൽ കയറിയിട്ട് മറ്റേ പ്രോഗ്രാം സൈറ്റിൽ പോകും. അവിടെ ചെന്നിട്ട് അവിടെയും 2 പാട്ട് പാടിയിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇവിടെ വരും. അങ്ങനെ 2 പോയി പാടിയിട്ടുണ്ട്. ഇപ്പോഴും ഓർക്കും അത് വലിയൊരു അനുഭവമായിട്ട് ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റിയത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ബാനർജിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കുഞ്ഞുനാൾ പറഞ്ഞ കൂട്ടുകാരനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പറ്റിച്ചിട്ടുള്ള അവനെയാണ്. ഒരു മാവേലിക്കൽ ഒരു സ്റ്റേജ് ഷോ, ബാനർജിയുടെ കനൽ പാട്ടുകൂട്ടത്തിൻ്റെ പരിപാടി. ഞാനൊന്ന് കനലിൻ്റെ പരിപാടികൾക്കുണ്ടോ. അപ്പോൾ അവനെ എന്നോട് പാടാൻ എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്, നമുക്ക് എങ്ങനെ 8 മണിക്കാകേണ്ട പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി വേണം, ഞാൻ കൂടില്ലോടാ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ ഒന്നേ പ്രശ്നമൊക്കെയാണല്ലോ കൂടെ. പരിപാടിക്ക് ചെന്നു. അവിടെ ചെന്നപ്പം ഒരു 9 മണിക്കാണ്ട പരിപാടി. അപ്പോൾ 1 മണിക്ക് വേറൊരു ടീമിനോട് ഒരു പ്രോഗ്രാം ആയിട്ട് ഞാൻ. അപ്പോൾ ഇവിടുന്ന് പോകാമല്ലോ. ഇവിടെ പരിപാടി തുടങ്ങിയപ്പോൾ 11 മണി കഴിഞ്ഞ് പരിപാടി തുടങ്ങി 2 പാട്ട് പാടിയിട്ട് ഞാൻ മറ്റേ ഒരു വണ്ടിയായിട്ട് വന്നു എന്നെ വിളിക്കാനായിട്ട്. പരിപാടി തുടങ്ങിയുള്ളൂ. 2 പാട്ട് പാടിയിട്ട് അടുത്ത വണ്ടി കയറി. അവർ പറഞ്ഞിരുന്നേ പറഞ്ഞാൽ എനിക്ക് ഒരു പരിപാടി ഉണ്ട് പോകണം. അവനൊരു എന്നോട് പറയാ, നീ അങ്ങനെ പോകുന്ന പൊക്കോളം പറഞ്ഞു. ഞാൻ കുറച്ചേരം എൻ്റെ സുഹൃത്തുക്കൂട്ടാണല്ലോ, ഒന്നും പറയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റേ വണ്ടി കയറി അങ്ങ് പോയി. ഒരു തൊണ്ടയ്ക്ക് വയ്യാന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു സൗഹൃദമൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഇന്നത്തെ ഒരു വീട് വെക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രശ്നമായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. ഞാനിങ്ങനെ ഓടി നടന്ന് പാടിക്കുന്ന സമയമായിരുന്നു. ഞാനങ്ങ് പോയി. ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. കാരണം അവനെ അങ്ങനെ പറ്റിച്ചു പോയല്ലോ എന്ന് ഓർക്കും. കാരണം പിറ്റേന്ന് രാവിലെ അവൻ്റെ 2 പാട്ട് പാടിയിട്ട് പോയ ഞാൻ നമ്മുടെ ശാസ്താവിടെ അവൻ്റെ വീട്ടില് പൈസക്ക് നിന്നുള്ള ഇത് അവളിലിറങ്ങി വന്നിട്ട് അവന് പൈസ വേണം.
പുള്ളി പൈസ അറിയാൻ ചിരി ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു. എന്നാൽ പോലും അത്രയും സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ അനുഭവം, എനിക്ക് ആ ഒരു അനുഭവം ഇത് ഒരിക്കലും എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും. കാരണം അവനിന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ആ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും. അങ്ങനെ അവനെ പറ്റിച്ചല്ലോ എന്ന്. കാരണം ഞാൻ പറയാം, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എൻ്റെ കുഞ്ഞുനാളും എൻ്റെ കൂട്ടുകാരൻ. പക്ഷെ ഞാനാണ് ഏറ്റവും കൂടുതൽ അവനെ പറ്റിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതൊരു വലിയ അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ അല്ലാതെ രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവങ്ങൾ, ഏറ്റവും പ്രധാനമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഞാനത്. ഈ രസകരമായ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്റ്റേജിൽ മാറ്റി നിർത്തപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാറ്റി നിർത്തപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ഞാൻ മാറ്റി നിർത്തപ്പെട്ടത് തുടങ്ങിയ ആളാണ്. അപ്പൊ എനിക്കത് മാറ്റി നിർത്താൻ ഫീൽ ചെയ്തില്ല. എന്നാൽ പോലും കുറേ അധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാറ്റി നിർത്തപ്പെട്ടത്. ഞാനൊരു കൊല്ലത്തൊരു സംഘത്തിലൂടെ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വലിയ ഷോയ്ക്ക് ഞങ്ങളെല്ലാം, ഞാൻ അതിൻ്റെ മുന്നിൽ പാടുന്ന, ആദ്യമായി മുന്നിൽ തുടങ്ങുന്ന ഒരാളാണ് ആ ടീമിൻ്റെ കൂടെ. ആ വലിയ ഷോയ്ക്ക് വലിയ കുറേ VIP ആൾക്കാരൊക്കെ ഉള്ള ഒരു വലിയ സ്റ്റേജിലായിരുന്നു. അന്ന് ഞാൻ എന്നെ കൊണ്ട് പഠിപ്പിക്കാതിരുന്നു. ഞാൻ പാടിയില്ല. വേറെ ആൾക്കൊണ്ടൊക്കെ അവർ പഠിപ്പിച്ചു. എനിക്ക് വലിയ സങ്കടം തോന്നി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു ഇപ്പോഴും ഓർക്കുമ്പോൾ അത് വേദനിക്കും. കാരണം അത്രയും വലിയൊരു സുരാജ് പഞ്ചാറമ്മൂടൊക്കെ ഉള്ളൊരു ഷോ ആയിരുന്നു. അപ്പോൾ എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതൊരു വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ചിലപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും. എന്നാൽ പോലും ഞാൻ ആലോചിക്കും, പുറകിൽ ആലോചിക്കുമ്പോൾ ഇത് ഞാൻ ഈ പുറകിൽ നിന്ന് വന്നവനാണല്ലോ, അപ്പോൾ എനിക്കത് പ്രശ്നമല്ല. അങ്ങനെ തോന്നി. അതുകൊണ്ട് അങ്ങനെ ഒരു ഫീൽ എനിക്ക് മാറ്റി നിർത്താനായിട്ട് ഫീൽ ചെയ്യാറില്ല. ചിലപ്പോൾ ചില സൗഹൃദ കൂട്ടായ്മയിൽ നമ്മുടെ പേരെടുത്ത് വെക്കും നമ്മളിതിനെ. പക്ഷെ ആ ഗ്രൂപ്പിൽ പിന്നീട് ഞാനുണ്ടാവില്ല. അതെനിക്ക് ഞാൻ പലപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൗഹൃദങ്ങൾ തന്നെ നമ്മളെ പേരൊക്കെ എടുത്ത് അതിനകത്ത് വെച്ചിട്ട് പിന്നീട് അവിടുന്ന് എൻ്റെ പേര് മാത്രം കാണില്ല. നമ്മൾ പിന്നീട് അവരോട് ചോദിക്കുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ഞാനത് പിന്നെ മൈൻഡാക്കാറില്ല. അതിന് പ്രശ്നമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ഒക്കെ പുറകിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ എനിക്കതൊരു പ്രശ്നം. പക്ഷെ ഞാൻ മുൻനിരയിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പോഴും. മുൻനിരയിൽ നിൽക്കുന്ന നാടൻ പാട്ട് മേഖലയിൽ സുനിൽ വള്ളോന്നി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ഞാൻ സ്റ്റേജ് ഷോയിൽ മാത്രം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അപ്പം മാറ്റി നിർത്തപ്പെടുന്ന എനിക്ക് പ്രശ്നമല്ല. എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന, എനിക്ക് സ്നേഹം തരുന്ന, അവർക്ക് മുന്നിൽ പാടാനും ഞാൻ പറയുന്ന പാട്ട്, എൻ്റെ പാട്ടും എൻ്റെ വർത്തമാനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് എനിക്ക് മാറ്റി നിർത്താനായിട്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്യാറില്ല. അത് ഞാൻ മൈൻഡ് ആക്കാറില്ല. സൗഹൃദങ്ങൾ എപ്പോഴും കലയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരുമായിട്ടാണോ, കൂടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണോ? സൗഹൃദങ്ങൾ എപ്പോഴും കൂട്ടുകാർക്കൊപ്പമാണ്. എപ്പോഴും എനിക്ക് കുറേ സൗഹൃദങ്ങളുണ്ട്, കുറേ കൂട്ടുകാർ ഉണ്ട്. ഈ നാടൻ പാട്ട് മേഖല നിൽക്കുന്ന കൂട്ടുകാരുണ്ട്. എനിക്ക് അല്ലാതെ ഈ നമ്മുടെ സ്റ്റുഡിയോയുമായിട്ടുള്ള ബന്ധപ്പെട്ട സൗഹൃദങ്ങളുണ്ട്. അവരുടെയൊക്കെ ഒരു ബലത്തിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. കാരണം എൻ്റെ ജീവിത സാഹചര്യം ഇപ്പം അങ്ങനെയാണ്. എൻ്റെ കൂട്ടുകാർ തന്ന ധൈര്യത്തോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കുന്നത്തൂർ MLA ഉല്ലാസ് കോവൂർ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമ്മുടെ ചക്കോളി സ്റ്റുഡിയോ അനീഷ് സിംബടി എന്ന് പറഞ്ഞ സ്റ്റുഡിയോ നടന്നത്. ഇപ്പം നമ്മൾ ഇന്നിവിടെ നിൽക്കുന്ന ഭാവന ശരത്ത് ഏറ്റവും അടുത്ത സുഹൃത്താണ്. ശരത്ത് എഴുത്തുകാരൻ. അപ്പോൾ ശരത്തിൻ്റെ പാട്ടുകൾ പാടാന്ന് പറഞ്ഞിട്ട് അവനെപ്പോലും ഞാൻ പരിചയപ്പെട്ടുന്നുള്ള സത്യസന്ധമായ കാര്യം. അല്ല, അങ്ങനെ സൗഹൃദ വലയത്തിലാണ് നിൽക്കുന്നത്. രതീഷ് ISRO ജോലി ചെയ്യുന്ന രതീഷ്, മധുലാല്, ശ്രീജിത്ത്, നൂർനാട്, അങ്ങനെ എടുത്തു പറയാൻ ഒത്തിരി ആൾക്കാരുണ്ട്. കൂട്ടുകാരുടെ ബേസിൽ ഒത്തിരി സൗഹൃദങ്ങളുണ്ട്. അവിടെ നിന്നൊരു ബലത്തിലാണ് ഞാൻ ഇപ്പം മുന്നോട്ട് പോകുന്നത്. കാരണം വൈഫ് കൂടെ ഇല്ലാഞ്ഞിട്ട് 1 വർഷമായിട്ട്. അപ്പോൾ അതിനുശേഷം എന്നെ താങ്ങി നിർത്തിയ എൻ്റെ കൂട്ടുകാരാണ്. അവർക്കൊപ്പം അല്ലെങ്കിൽ എനിക്കൊപ്പം എന്നോർക്ക് വേണ്ടി നിൽക്കുന്ന കൂട്ടുകാരാണ് അവരൊക്കെ. ഇപ്പൊ ചേട്ടൻ വൈഫിന്റെ ഒരു വിഷമം കാര്യം പറഞ്ഞു, അത് പറയുന്നത് ബുദ്ധിമുട്ടില്ലല്ലോ. എന്തായിരുന്നു കാര്യങ്ങള്? വൈഫ് പെട്ടെന്ന് ആണ് അവള് ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ തലേ ദിവസം ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിയതാണ്. ഞാൻ ഈ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ നിലത്തിരുന്ന ഭക്ഷണം കഴിക്കുന്നത്. അത് ഞാൻ എൻ്റെ മക്കളും നിലത്തിരുന്ന് കഴിക്കണം. എൻ്റെ സുഖം വേറെയാണ്. ഇനി അത് ഇഷ്ടമാണ്. അങ്ങനെ കഴിച്ചു കിടന്ന് ഉറങ്ങിയതാണ്. രാവിലെ വെളുപ്പിനെ നെഞ്ചുവേദന എടുക്കുമെന്ന് പറഞ്ഞു കാണാം. അപ്പോൾ മോള് എണീച്ച് വന്ന് വെള്ളം കുടിച്ച് അപ്പോഴത്തേക്കുള്ളൂ വീണപ്പോൾ ഇത് വണ്ടി വന്ന് വെച്ച് താമസം. എനിക്ക് എൻ്റെ വീടുണ്ട്, ഒരു വഴിക്ക് ഭയങ്കര പ്രശ്നമാണ്. അവിടെ പിന്നെ
വണ്ടി വരാൻ താമസിച്ച് നമ്മൾ കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തെ ആദ്യത്തെ ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടർ ഇല്ലായിരുന്നു. നേരെ കരുനാഗപ്പള്ളി വന്നപ്പോഴത്തെ അപ്പോൾ അത് അവിടെ അയാളില്ലാത്തതുകൊണ്ടൊരു പ്രശ്നം. അയാളായിരുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കാരണം എനിക്ക് പരിപാടിക്ക് പോകുന്നതാണെങ്കിലും ഡ്രസ്സ്, നമ്മുടെ ബെൽറ്റില്ലേ, ബെൽറ്റ് ഇങ്ങനെ ചുരുട്ടി മടക്കി വെക്കും. കാരണം എനിക്ക് പോകുന്നിടത്ത് ധൃതിക്ക് ഇറങ്ങുന്ന ആളാകും, പെട്ടെന്ന് എടുത്തിട്ടു പോകാൻ വേണ്ടി അങ്ങനെ മടക്കി തരുവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോകാനായിട്ട് വീട്ടിൽ ബെൽറ്റ് കണ്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിനായിട്ട് പോകാൻ ബെൽറ്റ് കണ്ടില്ല. ഞാൻ അന്നേരം എൻ്റെ കൂടെ വന്നത് എൻ്റെ ഏറ്റവും സുഹൃത്താണ്, നമ്മുടെ പാണ്ഡവാസ് കൊച്ചിൻ്റെ സുധി നട്ടുവെന്ന് പറയും. അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം അവൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞു. ഞാനത് അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ അന്നേരം പറഞ്ഞ ബെൽറ്റ് അവൾ ഇങ്ങനെ ചുരുട്ടി എനിക്ക് വെച്ചാൽ ഇങ്ങനെ എടുത്ത് ഇട്ടോണ്ട് പോയി ഇറങ്ങിയാൽ മതിയായിരുന്നു, നമ്മളൊന്നും അറിയണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കെല്ലാം അറിയണം. മക്കളുടെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരുടെ കാര്യങ്ങൾ അറിയണം. പിന്നെ വീട്ടിലെ അവർ രണ്ടുപേരും, പിന്നെ വൈഫിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. വൈഫിൻ്റെ അമ്മയുണ്ട്. എൻ്റെ വീട്ടിൽ ജാസോണിൽ അച്ഛനും മാത്രമേ ഉള്ളൂ. അമ്മ നഷ്ടപ്പെട്ടിട്ട് 2-3 വർഷമായി, അമ്മ നഷ്ടമായിട്ട്. അപ്പം ചേച്ചി അനിയനൊക്കെ ഉണ്ട്. അപ്പം എന്നപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇവിടെ നിൽക്കുന്നതായിരുന്നു ഇഷ്ടം. അവളുടെ ഇഷ്ടത്തിന് മാത്രം ജീവിച്ചിരുന്ന ഒരാളാണ്. വിവാഹം കഴിച്ചതിന് ശേഷം 2007 വിവാഹം കഴിഞ്ഞത്. ഞാൻ അവളുടെ ഇഷ്ടത്തിന്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും അവള് ആണ് എൻ്റെ ലോകമായിരുന്നു. മക്കള് രണ്ടുപേരില്ലേ? രണ്ടുപേർക്കും കലയോട് എങ്ങനെ താല്പര്യമുള്ള കൂട്ടത്തിലാണോ? മക്കള് രണ്ടുപേരും കലയോട് താല്പര്യം. മോൻ വരയ്ക്കും, അത്യാവശ്യം പാട്ടുകൾ പാടുമെന്നേ തോന്നുന്നു. അവന് വലിയ ഗംഭീര പാട്ട് വെച്ച്. മോള് ഇത് രണ്ടിലും ഇല്ല. അവളവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവളവിടെ ഒരു കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആലപ്പുഴ ST കോളേജിലാണ് ഇപ്പം പഠിക്കുന്നത്, ഫസ്റ്റ് ഇയർ. അങ്ങനെ അവർക്ക് കുഴപ്പമില്ല. മോൻ പടം വരയ്ക്കുമെന്നല്ല, അല്ലാതെ വലിയൊരു ഇല്ല. അവർക്ക് പാടുമായിരിക്കും ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ. അവര് പാട്ടിനോടുള്ള ഒരു താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അച്ഛനെന്നുള്ള നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് നമ്മളിപ്പോൾ പലരും പറഞ്ഞു. ഉറപ്പായിട്ടും എൻ്റെ മോനാണ്, ഞാൻ സപ്പോർട്ട് ചെയ്യും. എൻ്റെ മക്കളെ എനിക്കല്ലേ പ്രൊമോട്ട് ചെയ്യും, നമ്മൾ ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ പോലും അത് നമുക്ക് ഊഹിക്കാൻ പറ്റും, കളവാ പറയുന്നു. പക്ഷെ ഞാൻ എൻ്റെ മക്കളെ സപ്പോർട്ട് ചെയ്യും, ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഈ കാലഘട്ടത്തില് നാടൻപാട്ട് പല രീതിയിൽ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പുതിയ തലമുറയോട് എന്താ പറയാനുള്ളത്? പുതിയ തലമുറയിലെ നാടൻ പാട്ടുകാർ മികച്ച പാട്ടുകാരാണ്. സത്യസന്ധമായാണ് മികച്ച നാടൻ പാട്ടുകാരാണ്. അവര് ഇപ്പോൾ ന്യൂജൻ വാദ്യോപകരണങ്ങൾ വെക്കുന്നതിൽ തെറ്റില്ല, എൻ്റെ സംഘങ്ങളും വെക്കാറുണ്ട്. പക്ഷേ നാടൻ പാട്ടിൻ്റെ വേരുകൾ മറന്നു പോകരുത്. കാരണം പാട്ടിന് അടിസ്ഥാനമായ ചരിത്രങ്ങളുണ്ട്. അത് അവതരിപ്പിക്കുന്നതിൽ കണ്ടെത്തലുകൾ കുറവാണ്. ഇപ്പോഴത്തെ തലമുറയിലെ നാടൻ പാട്ടുകാർക്ക് കണ്ടെത്തലുകളില്ല. അവർ ഇപ്പം യൂട്യൂബിൽ കാണുന്ന നാടൻ പാട്ടുകൾ കൂടുതലും പാടുന്നത്. കാരണം നമ്മുടെ വീടിന് മുറ്റത്തും നമ്മുടെ വീട്ടിലൊക്കെ അടുത്തൊക്കെ പാട്ടുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കണ്ടെത്താതെ കേവലം നാടൻ പാട്ടെന്ന രീതിയിൽ യൂട്യൂബിൽ വരുന്ന പാട്ടുകളെ കണ്ടെത്തിയിട്ട് അത് അവതരിപ്പിക്കും. അത് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ഈ മറ്റു നമുക്ക് പുറകെ വരുന്ന തലമുറ ഇത് കേട്ട് പഠിക്കും, ഈ പാട്ട് കേട്ട് പഠിക്കും. അപ്പോൾ അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് എനിക്ക് പൊതുവെ പുതിയ നാടൻ പാട്ട് അവതരണം ചെയ്യുന്ന ഓരോ പാട്ടുകാരോടും പറയാനുള്ളതാണ്. കാരണം അത് നമുക്ക് കണ്ടെത്തലുകൾ കുറവാണ്. ഇപ്പോഴത്തെ നാടൻ പാട്ടുകാർക്ക്, നാടൻ പാട്ട് പാടുന്ന തലമുറകൾക്ക് കണ്ടെത്തലുകൾ കുറവാണ്. അത് മാറ്റണം. ചേട്ടൻ നിരവധി അവാർഡുകളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പം എങ്ങനെയായിരുന്നു ആ അവാർഡുകളൊക്കെ വന്ന വഴിയും അതൊന്ന് പറയാമോ? അവാർഡ് എന്ന് പറയുമ്പോൾ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ആ വരുമാനം എന്ന് പറയുന്ന ഈ അവാർഡെന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഒത്തിരി കടത്തിണ്ണെ കിടന്നുറങ്ങിയിട്ടുണ്ട്. നാടൻ പാട്ട് പാടി കടത്തിണ്ണെ കിടന്നുറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ അവാർഡാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. ഇത് വലിയ അംഗീകാരം തന്നെയാണ്. അത് തന്നെ ഏറ്റവും വലിയ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിച്ചെങ്കിലും ഒരുപാട് സങ്കടം തോന്നി. കാരണം എൻ്റെ കൂടെ എപ്പോഴും അതിനു വേണ്ടിയൊക്കെ എൻ്റെ കൂടെ നടന്ന എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇല്ലെന്നുള്ള ഒരു സങ്കടം ഉണ്ടായി. ഇതൊന്ന് ഷെയർ ചെയ്യാനാളില്ലാതായിപ്പോയി. പക്ഷേ എന്നാൽ പോലും അത് ഒരു സൈഡ് കൊണ്ട് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കേരള ഫോക്ലോർ അക്കാദമി മുഴുവൻ കിട്ടിയ അവാർഡുകളെല്ലാം എനിക്ക് വലിയ സന്തോഷത്തോടെ ഞാൻ കാണുന്നു. കാരണം ഞാൻ ഉറക്കമുളച്ചതിന് കിട്ടിയ അംഗീകാരം എന്ന രീതിയിൽ ഞാൻ കാണുന്നുള്ളൂ. ചേട്ടൻ ഇപ്പൊ നയിക്കുന്ന ഒരു സമിതി ഉണ്ടല്ലോ, അപ്പം അതിന്റെ പേരും ആരൊക്കെയാണ് കൂടെ ഉള്ളത് അതൊന്ന് പറയാമോ? സംഘത്തിന്റെ പേര് ചെക്കൽ ഫോക്ക് ബാൻഡ് എന്നാണ്.
നമ്മുടെ കൂട്ടത്തിലൊരു 22ഓളം കലാകാരന്മാരുണ്ട്. ഞങ്ങള് നമ്മുടെ കൂട്ടത്തില് നമ്മുടെ ടീമിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ടീമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മാനേജ്മെന്റ് നമ്മള് അനുജന്മാരും കൂട്ടുകാരൊക്കെയാണ്. ആ കൂട്ടുകാരെ പോലെയാണ് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഞാൻ കാണുന്നത്. ചന്തു ചാരുമോട്, സച്ചിൻ കറ്റാനം, ശ്യാംരാജ് ചാരുമോട്, മനോജ് പുത്തൂര്, മോഹൻലാല്, ശ്രീകുട്ടൻ കുരിപ്പുഴ, പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുല ആര്യക്കൊല്ലം, ശ്രുതി കൂവൂര്, അങ്ങനെ കുറെ കുറേയൊക്കെ ചേർന്നതാണ്. ഉണ്ണി കാപ്പിൽ ഒക്കെ നമ്മൾ കാരണം നാസർ നമ്മുടെ വവാക്കാരുള്ളതാണ്. നമ്മുടെ ലൈറ്റ് സൗണ്ട് ഒക്കെ ചെയ്യുന്ന ശാരദ ഓഡിയൻസ്, നാസർ പല്ലവി, അങ്ങനെ ഇങ്ങനെ കുറെ സൗഹൃദങ്ങളൊക്കെ ചേർന്ന ഒരു സംഘമാണ് ചെക്കൽ ഫോക്ക് ബാൻഡ് എന്നാണ്. ചക്കൽ എന്നുള്ള ഒരു പേരിനകത്ത് തന്നെ ഒരു കൗതുകമുണ്ട്. എങ്ങനെയാണ് ആ ഒരു പേരിലേക്ക് വന്നത്? അതിന്റെ അർത്ഥം എന്താണ്? ചെക്കൽ ചക്കൽ പ്രഭാതത്തിന് മുമ്പ് നമ്മുടെ ഈ വെളുപ്പിന് 3 മണിക്കൊക്കെ 3:30 ഒരു പ്രകാശം വരും. സൂര്യന്റെ ഇങ്ങനെ വെട്ടം വരുന്നില്ലേ, അതിനെയാണ് ചെക്കൽ എന്ന് പറയുന്നത്. ആ പേര് ഇത് വന്നത് ഞാൻ ഈ ഇതിനെ കുറിച്ച് കുറെ അന്വേഷണം നടത്തി. ഇങ്ങനെ പേരുകൾ കുറെ അന്വേഷിച്ചും എൻ്റെ സുഹൃത്ത് ബാനർജിയായിട്ട് ഇങ്ങനെ സംസാരിച്ച്, അപ്പൊ ഞാൻ ചെക്കലിന്റെ പേര് അവനോട് ആലോചിച്ചിട്ട് ഇട്ട പേരാണ്. ഇപ്പൊ ഓണമൊക്കെ വരാൻ പോവല്ലേ, അപ്പം ഓണവും പാട്ടും അതെങ്ങനെ ചേട്ടന്റെ മനസ്സിൽ ഓർമ്മയിലുള്ളതൊക്കെ എങ്ങനെ? ഓണത്തെ കുറിച്ച് ഓണസദ്യ തന്നെ പറയാം. 10 മണിക്ക് ഓണസദ്യ കഴിക്കുന്ന ആളായാണ്. കാരണം ഈ പരിപാടിക്ക് പോകുന്നുണ്ട്, രാവിലെ പോകും. ഞങ്ങളുടെ വീട്ടിലെ ശാസ്താംകോട്ടയിൽ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു സമയത്ത് കൃത്യമായിട്ട് ഓണം വീട്ടിൽ നിന്നുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഞാനും അനിയനും ഒരുമിച്ച് ഇറങ്ങേണ്ട സമയങ്ങളുണ്ടാകും. അപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കുമായിരുന്നു. അത് തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ വേറെ താമസിച്ചപ്പോഴും എനിക്ക് വേറെ പരിപാടി, ഞാനും മോളും വൈഫോട് ഇരുന്ന് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചിട്ട് പോകും. ഓണം പരിപാടികൾക്ക് പോകും. പിന്നീട് പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്. എന്നാലും എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, നമ്മുടെ ഏറ്റവും കൂടുതൽ PK രാഘവൻ സാറിൻ്റെ ഒരു പാട്ടുണ്ട്. ഓണപ്പാട്ടുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പാടാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതിന്റെ 2-3 വരി പാടാം. ഇഷ്ടദൈവ ദൈവോരേ ദൈവോരേ ധാര, ഇഷ്ടദൈവ ദൈവോരേ ദൈവോരേ ധാര, വേഷം മാറിയിറങ്ങിയ ദൈവം 3 അടി മണ്ണിനെ യാചിച്ചു, നാടുഭരിപ്പവൻ അരുളോ ചെയ്തു വേണ്ടതളന്നാലും ഭഗവൻ. ഇഷ്ടദൈവ ദൈവോരേ ദൈവോരേ ധാര, ഇഷ്ടദൈവ ദൈവോരേ ദൈവോരേ ധാര, മൂച്ചു പിടിച്ചു പെരുക്കി ദൈവം ആകാശത്തിനു മേലെ പോയി, നീട്ടിയളന്നു 3-ാം പാദം താഴ്ത്തിയളക്കാനിടമില്ല, കാര്യമറിഞ്ഞിട്ടുടനെ തൻ തല താഴ്ത്തിയളക്കാൻ യാചിച്ചു, വേഷം മാറിയ വാമനനപ്പോ 3-ാം പാദം ഉറപ്പിച്ചു. ഇഷ്ടദൈവ ദൈവോരേ ദൈവോരേ ധാര, ഇഷ്ടദൈവ ദൈവോരേ ദൈവോരേ ധാര, അന്ന് മുതൽക്കാ മാവേലിക്ക് പാതാളത്തിനിടം വേറി, അന്ന് മുതൽക്ക് വിടാണ്ടിലൊരിക്കൽ വന്നു മടങ്ങാൻ വരമായി, അങ്ങനെ വന്നു മടങ്ങുന്ന ആളുകൾ ഓണം നാളുകളായി മാറി, അങ്ങനെ വന്നു മടങ്ങുന്ന ആളുകൾ ഓണം നാളുകളായി മാറി. ഇഷ്ടദൈവ ദൈവോരേ ദൈവോരേ ധാര, ഇഷ്ടദൈവ ദൈവോരേ ദൈവോരേ ധാര. കുറച്ചുള്ള പാട്ടാ. ഓണപ്പാട്ടുകളായിട്ട് എന്നോട് ചോദിക്കുമ്പോൾ പാടാൻ ആഗ്രഹിക്കുന്ന പാട്ടാണ്. പെട്ടെന്ന് ഓണത്തിന്റെ ഒരു സമയത്തോട്ട് കൊണ്ടുപോയി ഓണം അടുത്തെത്തി എന്നുള്ള രീതിയില്. അതെ 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 അതെ. ഓണപ്പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ, അല്ലാതെ നമ്മുടെ തനത് പാട്ടുകൾ, ഓണപ്പാട്ടുകൾ ഒരുപാടുണ്ട്. ഓണപ്പാട്ടുകളായിട്ട് നമ്മുടെ പാടുന്ന പാട്ടുകളുണ്ട്. ഇത് നമ്മുടെ PK രാഘവൻ സാർ എഴുതി, നമ്മുടെ സാർ ശ്രീജ കുട്ടപ്പൻ സാറ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ. സാറിന്റെ 55 വർഷത്തിന്റെ ആഘോഷം തിരുവനന്തപുരത്ത് അടുത്ത് ഇത് റിലീസ് ചെയ്യുന്നതെന്നാണെന്ന് അറിയത്തില്ല. അവിടുത്തെ നമ്മുടെ ഓഗസ്റ്റ് 16 തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. 55 വർഷത്തിന്റെ കലാഭവനി ഫൗണ്ടേഷൻ നടത്തുന്നുണ്ട് പരിപാടി. സാറിനെ കുറിച്ച് സാറ് എനിക്കിഷ്ടമുള്ള ഒരു നമുക്ക് ഗുരുതുല്യനായിട്ടുള്ളൊരു മനുഷ്യനാണ് CJ കുട്ടപ്പൻ സാർ. അപ്പൊ ഇത്രയും
നേരം ചേട്ടൻ്റെ വിലപ്പെട്ട അനുഭവങ്ങളും സമയവും എല്ലാം നമ്മളോട് പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം. ഒപ്പം ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും ചെക്കൽ ഫോക്ക് ബാൻഡിനും നമ്മൾ ഭാവന സ്റ്റുഡിയോസിന്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ ആശംസകളും.